കാട്ടാക്കടയിൽ വ്യാപാര വ്യവസായി ഏകോപന സമിതി കാട്ടാക്കട യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികൾക്കും MLA-മാർക്കും സ്വീകരണവും വ്യാപാരികളുടെ കുടുംബങ്ങളിൽ നിന്ന് വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. കാട്ടാക്കട വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള മൊമന്റോ നൽകി അനുമോദിച്ചു. വ്യാപാര സമൂഹത്തിന്റെ കൂട്ടായ്മയും വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമാണ് പരിപാടിയുടെ ഉദ്ദേശമെന്ന് സംഘാടകർ അറിയിച്ചു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ, ജില്ലാ ജനറൽ സെക്രട്ടറി വെള്ളട രാജേന്ദ്രൻ, യൂണിറ്റ് പ്രസിഡന്റ് നവോദയ കൃഷ്ണൻകുട്ടി, ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ, ട്രഷറർ ഫാമ അനിൽ എന്നിവർ പ്രസംഗിച്ചു. വ്യാപാരി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അഭിനവ് നായറിന് ആദരവ് നൽകുന്നതിനാണ് അശ്വതി എസ് നായർ. അടുത്തതായി ഉദയ SS ആദരവ് വിജയം നൽകിയ ഹമീദ്. അടുത്തതായി അനീഷ് ആർ. അടുത്തതായി അശ്വിൻ S ഷിജു വിനോദ്. നമ്മുടെ വിനോദ് കുമാറിന്റെ മകനാണ്. അടുത്തതായി ശ്രീ ആനന്ദൻ, നമ്മുടെ മധുരകുമാറിന്റെ മകനാണ്. ബെൻസ് മോട്ടോഴ്സ് ഉടമ. നമ്മുടെ വെണ്ണ ഫർണിച്ചർ ഉടമ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ബിജു സതീഷ്. കാട്ടാക്കട ജംഗ്ഷനിൽ വന്ന ആദ്യം കച്ചവടക്കാരെന്നുള്ള നിലയിൽ ബന്ധപ്പെടുന്നത് ഈ കൃഷ്ണകുട്ടിയുടനുമായിട്ടാണ്. കാര്യം വെള്ളം വാങ്ങാനാണ് ഞങ്ങൾ ആദ്യം അദ്ദേഹത്തിന്റെ കടയിൽ വന്നത്. വെള്ളം അന്ന് വെള്ളം വാങ്ങി ചെവര് വെള്ളം അടിക്കണം, ബോർഡ് വെള്ളം അടിക്കണം. അന്ന് ബോർഡ് പോലും ഇന്നത്തെ ആളുകളോട് പറഞ്ഞാൽ ഒരിക്കൽ ഉപയോഗിച്ച ബോർഡ് പിന്നെ ഉപയോഗിക്കില്ല. അന്നങ്ങനെയല്ല, എത്ര പ്രാവശ്യം വെള്ളം അടിച്ച് ഒരേ ബോർഡ് തന്നെ ഉപയോഗിക്കും. 1984 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ് ഈ കൃഷ്ണകുട്ടിയുടനുമായിട്ടുള്ള ബന്ധമുള്ളത്. അത് അതേപോലെ തന്നെ ആ ബന്ധം ഇന്നും ഊഷ്മളമായി പോകുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ എല്ലാവരുമായിട്ടും വ്യക്തിബന്ധമുണ്ട്. കാര്യം ദീർഘകാലമായി, ഇപ്പോൾ കഴിഞ്ഞ 5.5 വർഷമായിട്ടാണ് ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങളിൽ ഞാൻ ഇടപെടേണ്ടതില്ലാത്ത ഒരു സാഹചര്യം വരുന്നത്. അതിനു മുമ്പെല്ലാം ഒന്നുകിൽ പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കാട്ടാക്കടയുടെ ദൈനംദിന കാര്യങ്ങൾ ഇടപെട്ട് പോകാനുള്ള അവസരം ലഭിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എപ്പോഴും പറയും, കാട്ടാക്കടക്കാരാണ് എന്നെ വളർത്തി വലുതാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ പ്രശ്നങ്ങളിൽ എപ്പോഴും, അപ്പുറത്തെ MLA ആണെങ്കിൽ ഇപ്പോഴും ഞാൻ കാട്ടാക്കടയിലാണ് താമസിക്കുന്നത്. ഇവിടെ നിന്ന് താമസം അപ്പുറത്തോട്ട് മാറ്റാൻ പല സമ്മർദ്ദം വന്നപ്പോഴും ജനിച്ച നാടിനോടുള്ള ഒരു ഇഷ്ടം, ഇനി മരിക്കുമ്പോഴോ ഇവിടെ തന്നെ എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എന്റെയും കൂടെ പ്രശ്നമാണ്. അങ്ങനെ തന്നെ ഇത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളെല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ സ്നേഹം പങ്കുവയ്ക്കുക. ഞാനൊരു ദീർഘമായിട്ടുള്ള പ്രസംഗത്തിനോ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നു. എങ്കിലും വ്യാപാരി, ഞാൻ മുമ്പ് പല പ്രാവശ്യം ജനപ്രതിനിധിയായിരുന്ന ആളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി, ജില്ലാ പഞ്ചായത്ത് അംഗമായും ഒക്കെ ഇരുന്നെങ്കിലും നമ്മുടെ കാട്ടാക്കട വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു പൊതുപരിപാടിയിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ, ഒരു സ്വീകരണ പരിപാടിയിലാണ് ആദ്യമായി പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളോടുള്ള സംഘടനയോടുള്ള സ്നേഹവും താല്പര്യമൊക്കെ പങ്കുവയ്ക്കും. ഇവിടെ സ്റ്റീവാർഡൻ സൂചിപ്പിച്ചതുപോലെ സംഘടനാ പ്രവർത്തകൻ, പാർട്ടി പ്രവർത്തകനായിട്ട് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ 94 ഇറങ്ങി വരുന്ന അവസരത്തിലാണ് ആദ്യമായിട്ട് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വ്യാപാരി വ്യവസായ സമൂഹത്തോടും പ്രിയപ്പെട്ടവരോടൊക്കെ കൂടുതൽ ഇടപെടാൻ അവസരം ലഭിക്കുന്നു. നമ്മളൊരു പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ധനശേഖരണ പരിപാടികളാണ് ആദ്യത്തെ പടി. അറിയാലോ, നമ്മൾ ഏത് പരിപാടി വെച്ചാലും അത് നമ്മൾ ആദ്യം കാണുകയും ഇടപെടുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രിയപ്പെട്ടവർ നമ്മളോടാണ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഓരോ നിശ്ചിത തുക അല്ലെങ്കിൽ ചെറിയ തുക, അത് പിന്നീട് പാർട്ടിയുടെയും പ്രസ്ഥാനത്തിലേക്ക് വലിക്കുമ്പോൾ വലിയ തുകകളും നിങ്ങളൊക്കെ നൽകി സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ വയ്ക്കുന്ന പരിപാടികൾക്ക് സാമ്പത്തിക ബാധ്യതയില്ലാതെ, അധിക ബാധ്യതയില്ലാതെ നിങ്ങളുടെ സ്നേഹനിർഭരമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ഞങ്ങൾക്ക് നേതൃസ്ഥാനത്തേക്ക് പലപ്പോഴും എത്താൻ സാധിക്കും.